കെയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് പള്ളുരുത്തി വരെ പോവാണ്. അവിടെ ചെന്നിട്ട് അവിടെ ജെയ്ബിയും വന്നിട്ട് അവിടെ നിന്ന് ഞാനും ജെയ്ബിനും കുഞ്ഞും പിന്നെ അവിടുത്തെ ചേച്ചിയും ചേട്ടനും മോളും കൂടിയാണ് പോണത്. ഞങ്ങൾ 6 പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ പോണ സീനാണ്. ചേച്ചി പുറത്തേക്ക് ഇറങ്ങി ചേട്ട വാതിൽ കൂട്ടി ഇറങ്ങാൻ പോവുകയാണ്. ചേട്ടൻ മടങ്ങിയിരുന്നതാണ്. പിന്നെ ചേട്ടനെ കുത്തിപ്പൊക്കി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഇച്ചിരി നടക്കാനെന്നൊക്കെ കരുതി, പക്ഷെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നത് ഇപ്പോൾ അവിടെ പറമ്പിൻ്റെ അവിടെ എത്തി. പുലവാണിയത്തിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ലേറ്റായി. അവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറേ പേരൊക്കെ കച്ചവടക്കാരൊക്കെ പോയി. കുറച്ച് കച്ചവടക്കാരുണ്ട്. ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗെയിം കളിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നും കിട്ടിയില്ല. നമ്മൾ വെറുതെ കാശ് കളഞ്ഞു. പിന്നെ അവിടെ നിന്ന് അപ്പം എൻ്റെ നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചു. ആ ഗ്യാപ്പിൽ അവിടെ നടക്കണ ഓരോ സാധനങ്ങൾ വേണമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബജ്ജി കഴിക്കാൻ കരുതി. കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് കോളിഫ്ലവർ ബജ്ജി കഴിച്ചു. ബജ്ജി നമ്മൾ പറഞ്ഞ എന്നെ ഒന്ന് പോസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവൾ പോസ് ചെയ്ത് തന്നെ സീനാണ്. പിന്നെ ഭയങ്കര കോളിഫ്ലവർ പ്രേമിയാണ് എൻ്റെ മോള്. എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങോട്ട് ആസ്വദിക്കണേ. അപ്പം 2 ചട്ടി വാങ്ങാമെന്ന് കരുതി. ചട്ടി വാങ്ങണ ചേച്ചിയുടെ അടുത്ത് ചെന്ന് 2 ചട്ടിയൊക്കെ വാങ്ങിച്ചു. ചേച്ചി കൊട്ടിയൊക്കെ കാണിച്ചു തന്നെയായിരുന്നു. പിന്നെ ജിയാമോക്ക് ഒരാഗ്രഹം ബോൾ എറിയണമെന്ന്. 3 പ്രാവശ്യം എറിയണേന് എന്തോ 50 രൂപ എന്തോ സംഭവം. അങ്ങനെ 3 പ്രാവശ്യം അവൾ ഇറങ്ങിയെങ്കിലും ഒന്നും നമുക്ക് കിട്ടിയില്ല. അവൾ പരാജിതയായിട്ട് പോന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പുറത്തേട്ടൊക്കെ പോകാൻ പോണ സീനാണേ. കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ജിയാമോളും കേയും കൂടി എന്തോ മുജിറ്റോ ഒന്നും സംഭവം വാങ്ങിച്ചത്. ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയതും ഇങ്ങനെ റോഡ് സൈഡിൽ നിറയെ കച്ചവടക്കാർ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഉണ്ടായിരുന്ന ആൾക്കാർ. അകത്തേക്ക് കയറണ വേറൊരു സ്ഥലത്തേക്ക് കയറാൻ പോവാണ്. അവിടെ തന്നെയുള്ളതാണ്. അവിടെയും കുറേ ഇങ്ങനെ തുണിക്കച്ചവടം, നെയ്ത്തിരി, കൈത്തിരി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിട്ട. വളക്കച്ചവടക്കാർ, കാർപ്പറ്റ്, പിന്നെ ലെഗിൻസ്, പലാസോ, അങ്ങനെ തുണിക്കച്ചവടക്കാർ, ചെരുപ്പ്, ബാഗ്, ഫോട്ടോ ഫ്രെയിം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി ഒരു റൗണ്ട് അടിച്ച് ഇങ്ങ് പോരാൻ വേണ്ടി പോവാണ്. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, വെറുതെ വളയൊക്കെ നോക്കി നടന്ന്. പിന്നെ ഈ ലെഗിൻസൊക്കെ നോക്കി പിന്നെ ചുറ്റി ഇങ്ങ് പോന്ന് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ 90s കിഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പഴയകാല മിഠായി, പിപ്പർ മിഠായി, കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും കുറേ എല്ലാം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വേറൊരു അമ്പലത്തിൽ, അവിടെ തന്നെ ഉള്ള അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം കൂടി നടക്കണേണ്. അപ്പോൾ ആനേനെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലപ്പറമ്പിൽ കൂടി അങ്ങനെ നടന്ന് ആനേനെ കാണാൻ പോകുന്ന സീനാണ് ഈ കാണുന്നത്. കൊച്ചിന് മണ്ണ് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ആവേശമായിരുന്നു. മണ്ണ് കാണുന്ന ഇഷ്ടമാണ്. അങ്ങനെ ആനേനെയൊക്കെ കണ്ടു. അവൾ കുറച്ച് നേരം നിന്നു. ഇതവിടെ തന്നെയുള്ള ശങ്കരനാരായണ ക്ഷേത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. പിന്നെ ചേച്ചിയും ചേട്ടൻ വീട്ടിലായിട്ട് കയറി. അവർ പോയി, ഞങ്ങൾ തിരിച്ചത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കൊണ്ട് വീഡിയോ കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.